നീ ഇതെങ്ങോട്ടാ ഈ രാവിലെ തന്നെ? എനിക്കൊരാളെ കാണാനുണ്ട്. നീ ഇപ്പോൾ പോകുന്നത് ഫ്രെഡിയെ കാണാനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവനെ പോയി കണ്ട അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാ? എനിക്ക് എന്നെ തന്നെ ഒന്ന് തൃപ്തിപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. വിജയിച്ച ഭാവത്തിൽ അവൻ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പാടില്ലല്ലോ. അവനെന്നല്ല ഒരാൾ വിചാരിച്ചാലും ഈ എബ്രിഡിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതെനിക്ക് തെളിയിച്ചു കൊടുക്കണം. അതിനവിടെ പോയി അവനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അവനെ ഇന്നലെ നമ്മളൊന്ന് പേടിപ്പിച്ചു, അതായിരിക്കും അവൻ്റെ മനസ്സിൽ. പക്ഷേ അത് ശരിയല്ലെന്ന് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് തെളിയിക്കേണ്ടത്. അല്ലാതെ അവിടെ പോയി വാചക കസരത്ത് നടത്തിയിട്ടല്ല. നമുക്കും ഒരു അവസരം വരും. ആ അവസരത്തിൽ അവനെ നമുക്ക് തീർക്കാം. അല്ലാതെ ഇപ്പൊ പോയി നീ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് പ്രശ്നം വഷളാവത്തേയുള്ളൂ. അതെ അച്ചായ, ആൽവിൻ അച്ചായൻ പറയുന്നത് കറക്റ്റാ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്ന് വെറുതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അത് വെറുതെ ഒരു കേസായി മാറുന്നല്ലാതെ അവൻ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. നമുക്കൊരു അവസരം വരട്ടെ, അന്ന് കാണിച്ചു കൊടുക്കാം നമ്മൾ ആരാന്നുള്ളത്. അച്ചായ, നമുക്കിപ്പോ ഓഫീസിൽ പോവാം. മറ്റൊന്നും അച്ചായനിപ്പോ ചിന്തിക്കണ്ട. നീ ഇതെങ്ങോട്ടാ? നിങ്ങളുടെ കൂടെ ഓഫീസിലേക്ക്. അച്ചായ, ഇന്ന് ജനറൽ ബോഡി മീറ്റിംഗ് അല്ലേ? റയാനെ കൂടെ വരാൻ ഞാനാ പറഞ്ഞത്. അതിനിവൻ എന്തിനാ? ഇവന്റെ ഓഫീസിലെ ജനറൽ ബോഡി കൂടിയാ പോരെ? എന്തിനാ നമ്മുടെ ഓഫീസിലെ ജനറൽ ബോഡിയിൽ ഇവൻ വരുന്നേ? അച്ചായ, റയാൻ ഇപ്പൊ നമ്മുടെ പാർട്ട്ണറും കൂടിയാ. അപ്പൊ ജനറൽ ബോഡിയിൽ അവൻ വേണ്ടേ? അച്ചായ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? റയാൻ, നീ വന്ന് വണ്ടി കയറ്. ചെകുത്താൻ, എന്തേലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം. ഇതുപോലെ സ്വകാര്യം പറഞ്ഞോ എനിക്ക് കേട്ടെന്ന് വരില്ല. ഓ, ഉത്തരവ്. അങ്ങോട്ടൊന്നും ഇപ്പൊ മൊഴിഞ്ഞില്ല. എന്റെ കർത്താവേ, ചക്കിക്കൊത്ത ചങ്കരം തന്നെ. ഇത് രണ്ടും കൂടി എന്ത് കാണിക്കാനാണാവോ? You guys know the market conditions nowadays. So we have to push up our business to achieve our goal. You are really always support our business. I'm really thankful that I am expecting the support in future also. Thank you. Now it's my turn. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അനൗൺസ് ചെയ്യാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബിസിനസ്സിൻ്റെ MDയും എൻ്റെ സ്വന്തം അച്ചായനുമായ എബ്രിഡ് ജോൺ സാമുവൽ ആൾ വിവാഹിതനായിരിക്കുകയാണ്. ആ വിവരം പലരെയും അറിയിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച് അത് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നത്. അപ്പോൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് our new partner of business and also the partner of my Ajay, Ryan. സീരിയസ്ലി? എന്നിട്ട് മാരേജ് പോലും ആരും അറിഞ്ഞില്ലല്ലോ. എന്താ ആരെയും ക്ഷണിക്കാതിരുന്നത്? അച്ചായൻ ആരെയും വിളിച്ചുകൂട്ടി കല്യാണം നടത്തണമെന്ന് ഒരു താല്പര്യമില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ, അത് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചെറിയ രജിസ്റ്റർ മാരേജ് അങ്ങ് നടത്തി. എന്നാലും ഞങ്ങൾക്കൊരു പാർട്ടി പോലും തന്നില്ലല്ലോ. എനിവേസ്, കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. താങ്ക് യു. അതോർത്ത് നിങ്ങളെ ടെൻഷൻ അടിക്കേ വേണ്ട. നമുക്കൊരു പാർട്ടി അത് സെറ്റാക്കി തരാം. ഇപ്പോ നമ്മൾ ബിസിനസ് ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കില്ലല്ലേ? അതെല്ലാം ഒന്ന് സോൾവ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്രാൻഡ് പാർട്ടി തന്നെ അറേഞ്ച് ചെയ്യാം. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോൾ വരാം. ജെസി,
ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇങ്ങനെ എപ്പോഴും വിളിക്കല്ലേന്ന്. അതെന്താ റയാൻ, അപ്പൊ എനിക്ക് നിന്നെ വിളിക്കാൻ പാടില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ജെസ്സി, നിനക്കറിയാലോ ഞാനിവിടെ വന്നു നിൽക്കുന്നതിന്റെ ഉദ്ദേശം. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡൗട്ട് തോന്നില്ലേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. റയാൻ, എനിക്ക് നിന്നെ കാണണം, അതിനു വേണ്ടിയാ ഞാൻ വിളിച്ചത്. ഓക്കെ, ഞാൻ വരാം. തൽക്കാലം നീ ഫോൺ വെക്കി, ഞാൻ പിന്നെ വിളിക്കാം. നീ ആരോടാ ഈ സംസാരിക്കുന്നേ? അത് എന്താ നിനക്കൊരു കള്ളലക്ഷണം? കള്ളലക്ഷണോ? എനിക്കോ? ഞാനൊരു ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി വന്നതാ. അതിനെന്തിനാ ഇങ്ങോട്ട് മാറി നിൽക്കുന്നേ? അവിടെ നിന്ന് സംസാരിക്കാലോ നിനക്ക്. അവിടെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ അല്ലായിരുന്നേ. പിന്നെ എല്ലാവരും നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ സംസാരിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നി, അതാ ഇങ്ങോട്ട് മാറി നിന്നേ. നിന്നവിടെ ഡാനി അന്വേഷിക്കുന്നുണ്ട്. ആണോ? എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇവൻ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? എന്തോ ഒന്നും ശരിയായിട്ട് തോന്നുന്നില്ല. എന്താ റയാൻ, നീ അത്രയ്ക്കും വലിയ ആളായോ? ഞാൻ വിളിച്ചാ പോലും ഫോൺ എടുത്ത് സംസാരിക്കാൻ പോലും നിനക്ക് നേരം കിട്ടുന്നില്ലല്ലോ. ജെസ്സി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒന്നും അറിയാത്ത പോലെ. നിനക്കറിയാവുന്നതല്ലേ, ഞാനൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ അവിടെ പോയി നിൽക്കുന്നത്. അപ്പൊ നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാ അവർക്ക് സംശയാവില്ലേ? അതുകൂടാതെ ഞാനൊരു ഓർഫണാന്ന് പറഞ്ഞിട്ടാ അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന ആരാ എന്താ എന്നൊക്കെ അവർ ചോദിക്കും. അപ്പൊ ഞാൻ എന്ത് മറുപടി പറയാനാ? ആരാന്ന് ചോദിച്ചാ ആരാന്ന് പറയണം? നീ എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാ, അവർക്ക് പരിചയപ്പെടുന്ന എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാ അതെല്ലാം പിന്നെ വേറൊരു പ്രശ്നത്തിലേക്ക് വഴിതിരിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. എന്ത് പ്രശ്ന റയാൻ? അവർക്ക് പരിചയപ്പെടണമെന്ന് പറഞ്ഞ എന്നെ അവർക്ക് മുന്നിൽ പരിചയപ്പെടുന്നതുകൊണ്ട് നിനക്ക് എന്താ പ്രശ്നം? നീ ഇങ്ങനെ വിഡ്ഢിത്തരം വിളിച്ചു പറയല്ലേ ജെസ്സി. നിന്നെ ഓൾറെഡി അവർക്ക് അറിയാം. ആ സമയത്ത് നിന്നെ എന്റെ ഫ്രണ്ടാന്നും കൂടി ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞാ പിന്നെ ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അവർക്ക് അത്ര അധികം ബുദ്ധിയാ. അതെല്ലാം കൂടി കൂട്ടി വായിച്ച് ഞാൻ ആരാണെന്നെങ്ങാനും കണ്ടെത്തിക്കഴിഞ്ഞ പിന്നെ നീ വിചാരിക്കുന്ന പോലെ ആവില്ല ഒന്നും. ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് എന്നെ ഒഴിവാക്കാമെന്ന് നീ വിചാരിക്കണ്ട റയാൻ. എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ വിളിക്കും. അപ്പോഴൊക്കെ നീ അവൈലബിൾ ആയിരിക്കണം. നിന്റെ ബിഹേവിയർ എന്താ ഇങ്ങനെ? യു ആർ ടോട്ടലി ചേഞ്ച്ഡ്. നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഐ ആം സോറി റയാൻ. ആക്ച്വലി റയാൻ, അത് വേറൊന്നും കൊണ്ടല്ല. നീ നമ്മുടെ ശത്രുക്കളുടെ ഒപ്പം ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കല്ലേ, അതിന്റെ ടെൻഷൻ അവൾക്ക്. നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ആലോചിച്ചിട്ടാ അവൾ ഇതൊക്കെ പറയുന്നേ. ഓ, അതായിരുന്നു. ജെസ്സി, നീ പേടിക്കൊന്നും വേണ്ട. അവിടെയുള്ളവര് എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ അവിടെ ഓക്കെ ആണ്. റയാൻ, നീ ഇറങ്ങാൻ നോക്കിക്കോ. ഒരുപാട് ലേറ്റായി. ഇനിയും വൈകിയ അവര് നിന്നെ ചിലപ്പോ അന്വേഷിക്കും. ആ, ശരിയാ. എങ്കിൽ ഞാൻ ഇറങ്ങാം. നിങ്ങളെ ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ ഓക്കെ ആണ്. ശരി ജെസ്സി, ഓക്കെ, ബൈ. അച്ചായ, ഞാൻ റയാന്റെ അടുത്ത് എന്റെ ഇഷ്ടം തുറന്നു പറയാൻ നിൽക്കുന്ന നേരത്ത് അച്ചായൻ എന്തിനാ എതിരെ വന്നത്? ഏത്? ഞാനിപ്പോ കണ്ടതുപോലെയാണോ നീ അവന്റെ അടുത്ത് ഇഷ്ടം പറയാൻ പോകുന്നത്? ഇങ്ങനെ പറഞ്ഞ അവൻ നോയെന്നേ പറയുള്ളൂ. ഇങ്ങനെയാണോ ജെസ്സി ഒരാളോട് ഇഷ്ടം തുറന്നു പറയുന്നത്? ഇത് അവന്റെ മേലെ നീ ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്നത് പോലെയാ തോന്നിയത്. ഞാനാ റയാൻ ആദ്യം കണ്ടതും ഇഷ്ടപ്പെട്ടതും. പുറമേ നിന്ന് വരുന്ന ഒരുത്തൻ അവനെ സ്വന്തമാക്കുന്നത് നോക്കി നിൽക്കണം എന്നാണോ അച്ചായൻ പറയുന്നേ? അങ്ങനെയല്ല മോളെ.
നീ ഇപ്പൊ സംസാരിക്കുന്നത് കേട്ടപ്പോ തന്നെ അവന്റെ മുഖഭാവം മാറിയത് നീ ശ്രദ്ധിച്ചില്ലേ? ഇങ്ങനെയല്ല, ഒരവസരം വരട്ടെ, അപ്പോ വേണം നീ നിന്റെ ഇഷ്ടം അവന്റെ അടുത്ത് തുറന്നു പറയാൻ. ആ ഒരു സാഹചര്യത്തില് അവൻ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യും. അതിനുള്ള സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ എടുത്തു പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോ നോയെന്ന് മാത്രമേ പറയുള്ളൂ. അത് നീ ആദ്യം മനസ്സിലാക്കണം. ശരിയാ, നിനക്കിതൊന്നും കണ്ടു നിൽക്കാൻ ഇഷ്ടണ്ടാവില്ല, അതെനിക്കറിയാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോയേ പറ്റൂ. നമുക്കും ഒരു അവസരം വരും, നീ വിഷമിക്കാതിരിക്കേ. ശരി, അച്ചായൻ പറയുന്നത് പോലെ ഞാൻ കാത്തിരിക്കാം ഒരവസരത്തിനായി. ആ ഒരു അവസരം വരുമ്പോ റയാൻ എന്റെ ഇഷ്ടം നിരസിക്കുകയാണെങ്കിൽ പിന്നെ ഈ ജെസ്സി ആരാന്ന് റയാൻ ശരിക്കും അറിയും. ആ, നിങ്ങളെത്തിയോ? മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ വളരെ നന്നായി തന്നെ അവസാനിച്ചു. റയാൻ എവിടെ? റയാൻ നിങ്ങളുടെ കൂടെ അല്ലായിരുന്നോ? ഇങ്ങോട്ട് വന്നില്ലല്ലോ. അതെ, ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. പക്ഷേ മീറ്റിംഗ് കഴിഞ്ഞപ്പോ അവൻ ഓഫീസിൽ എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. വീട്ടിലേക്ക് എത്താന്നാ പറഞ്ഞത്. അച്ചായ, നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? സമയം 10 കഴിഞ്ഞു. എനിക്കെന്തോ പന്തി തോന്നുന്നില്ല. എന്തിന്? അതിൻ്റെ ഒരു ആവശ്യമില്ല. അവൻ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. അവൻ അറിയാം അവനെ നോക്കാൻ. നമ്മൾ അവന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. അച്ചായ, റയാൻ ഇപ്പൊ നമ്മുടെ ഫാമിലി മെമ്പറാ. നമുക്കുള്ള ശത്രുക്കള് അവനെയും വെറുതെ വിടുന്ന് അച്ചായന് തോന്നുന്നുണ്ടോ? നമ്മുടെ മേലുള്ള ശത്രുത എന്തായാലും അവന്റെ മേലും അവർക്ക് കാണും. അപ്പൊ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? ഡാനി, നിനക്ക് വേണമെങ്കിൽ നീ പോയി അന്വേഷിക്ക്. ഇതിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത്. ഞാൻ നല്ല ടയേർഡാ. ഞാൻ പോയി റെസ്റ്റ് എടുക്കാൻ പോവാ. അവിടെ നിൽക്ക്. എവിടെയായിരുന്നു ഇത്ര നേരം? എന്താ ചോദിച്ചത് കേട്ടില്ലേ? അതോ നിന്റെ വായിലെ നാവ് ഇറങ്ങിപ്പോയോ? അത് പിന്നെ എനിക്കൊരു ക്ലയൻ്റായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ലേറ്റായി. നിന്റെ കയ്യിൽ ഫോണില്ലേ? കയ്യിലുണ്ട്. അപ്പം നിനക്കൊന്ന് വിളിച്ച് ഇൻഫോം ചെയ്യാൻ പാടില്ലായിരുന്നോ? നിന്റെ ഈ എക്സ്പ്രഷൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നിന്നെ കാണാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ചിട്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞേന്നാ നീ ഇപ്പോൾ വിചാരിച്ചത്. എങ്കിൽ നിനക്ക് തെറ്റി. നീ ക്ലയൻറ്റിനെ കാണാൻ പോവേ, കാണാതിരിക്കേ, നീ ലേറ്റായിട്ട് വരാതിരിക്കേ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷേ അത് അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് പേര് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാനിത് നിൻ്റെ അടുത്ത് സംസാരിച്ചത്. അറ്റ്ലീസ്റ്റ് ഡാനിയെങ്കിലും നീ വിളിച്ചറിയിക്കണം. അവന് നിൻ്റെ കാര്യത്തിൽ ഒരുപാട് കെയർ ഉണ്ട്. അതുകൊണ്ട് അവന് വിഷമിപ്പിക്കൊന്നും നീ ചെയ്യാൻ പാടില്ല. അത് ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായല്ലോ? ഞാനിത് ശ്രദ്ധിച്ചോളാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ இன்று விண்ணிலாவில் அந்த ஈர நினைவில் கண்டு தவிப்பதெனோ மனம் கலங்கி புலம்புகிறேன். ഓ, എൻ്റെ കർത്താവേ, ഇയാൾ വരുമ്പോൾ മാത്രം എന്താ എൻ്റെ നാവും
വല്ല ചന്തയ്ക്കും പോകുന്നുണ്ടോ? ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയി ശരിയാവില്ല. അങ്ങേര് തിരിച്ചു പറയുമ്പോ അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണേ. അല്ലാതെ ഇങ്ങനെ പഴം പിഴിഞ്ഞ പോലെ നിന്ന് കഴിഞ്ഞ ആ മനുഷ്യൻ എന്റെ തലയിൽ കേറി തിരുവാതിര കളിക്കും. അതുകൊണ്ടാ. റയാൻ, ഇന്നലെ എവിടെയായിരുന്നു? വരാൻ ലേറ്റ് ആയോ? ആ, ഞാൻ വന്നപ്പോ 12 മണി കഴിഞ്ഞു. ഒരു ക്ലയന്റായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോ ഒരുപാട് ലേറ്റായി. റയാനോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. ഇമ്പോർട്ടന്റ് കാര്യോ? എന്താ അത്? ഏയ്, ടെൻഷനൊന്നും ആവണ്ട. കാര്യം ഞാൻ പറയാം. അടുത്ത നമ്മുടെ കമ്പനിയുടെ കോൺട്രാക്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് റയാനാണ്. ഏ, ഞാനോ? എന്താ, പറ്റില്ലേ? ഏയ്, അതല്ല. എന്തിനാ അച്ചായനെ നോക്കുന്നേ? ഓ, അച്ചായനെ പേടിച്ചിട്ടാണോ? അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അച്ചായൻ ഓക്കെ പറഞ്ഞതിന് ശേഷം റയാനോട് ഇക്കാര്യം പറയുന്നത്. റയാൻ ഓക്കെ ആണോ അതറിഞ്ഞാ മതി. എങ്കി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്യാൻ റെഡിയാ. പറയാനുള്ളതോ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഓഫീസിലേക്ക് പോവാൻ ടൈമായി, ഇറങ്ങാൻ നോക്ക്. റയാൻ, പുതിയ കോൺട്രാക്ടിന്റെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് 4 മണിക്കാ. ആ സമയത്ത് ഓഫീസിലേക്ക് വന്നാൽ മതി. അപ്പോ ഞങ്ങൾ ഇറങ്ങാം. അങ്കിൾ, നമ്മൾ വിചാരിച്ചതുപോലെയാ ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പന്തിപ്പോ നമ്മുടെ കോർട്ടിലാ. ചെറിയ രീതിക്കെങ്കിലും അവർക്ക് എന്നിലൊരു വിശ്വാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാ പുതിയ കോൺട്രാക്ട് ഡീൽ ചെയ്യാൻ എന്നെ തന്നെ ഏൽപ്പിച്ചത്. ഇവിടെ നിന്ന് ഞാൻ പിടിച്ചു കയറും. എന്നിട്ട് ഈ കുടുംബത്തിൻ്റെയും അവൻ്റെ മൊത്തം ബിസിനസ്സിൻ്റെയും അടിത്തറ ഞാൻ ഇളക്കിയിരിക്കും. റയാൻ ഇവിടെ വന്നിക്കായിരുന്നു. ഞാൻ താഴേക്ക് ഒരുപാട് നോക്കി. ഞാൻ താഴെ ഇരുന്ന് ബോറടിച്ചപ്പോ വെറുതെ മേലോട്ട് വന്നതാ. എന്താ, എന്തേലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഞാൻ ലഞ്ച് റെഡിയായി കഴിക്കാൻ വിളിക്കാൻ വന്നതാ. എൽസ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? റയാൻ ചോദിക്ക്. സത്യം പറയണോ അതോ കള്ളം പറയണോന്ന് ചോദ്യം കേട്ടതിന് ശേഷം ഞാൻ പറയാം. വേറൊന്നുമല്ല, ഇതുവരെ വന്നിട്ടും എബ്രഡിന്റെയും ഡാനിയുടെയും പപ്പാനും മമ്മീനെ കുറിച്ച് ആരും പറയുന്നത് കേട്ടിട്ടില്ല. അവര് ഓർഫൻസ് ആണോ അതോ അവര് പപ്പയും മമ്മിയും അവരെ കൂടിയില്ലേ? ഞാൻ ചോദിച്ചത് തെറ്റായി പോയോ? ഈ ചോദ്യം എന്റെ വൈകിപ്പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. കാരണം വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 2 വീക്സ് ആയി. ഇതിനിടയിൽ ഒരു വട്ടം പോലും റയാൻ അവരുടെ പപ്പയും മമ്മിയെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ പിന്നീട് വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയുന്നു. അതും ഉണ്ടായില്ല. അതുകൊണ്ടാ പിന്നെ ഞാൻ അവരുടെ പപ്പയും മമ്മിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് റയാൻ എബ്രിഡ് അച്ചായനും ഡാനിയും ആരാന്ന് നന്നായി അറിഞ്ഞിരിക്കണം. അച്ചായനും ഡാനിയും ഇതുവരെ റയാനോട് ഇതൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാൻ പറയുന്നത് ശരിയല്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. റയാൻ കരുതുന്നത് പോലെ അവരുടെ പപ്പയും മമ്മിയും മരിച്ചു പോയിട്ടില്ല. മാത്രമല്ല അവർ ഓർഫൻസും അല്ല. അവരുടെ പപ്പയും മമ്മിയും ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെവിടെ? അവരെ കുറിച്ച് എന്താ ആരൊന്നും സംസാരിക്കാത്തെ? അതൊന്നും അറിയാനുള്ള സമയമായിട്ടില്ല റയാൻ. സമയമാകുമ്പോ അവര് തന്നെ എല്ലാം റയാനോട് വന്ന് പറയും. റയാനോയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഈ ബ്ലാക്ക് പെയിന്റിന്റെയും ഡിം ലൈറ്റിന്റെയും രഹസ്യം? അതും അവരുടെ പപ്പയും മമ്മിയുടെ ലൈഫും തമ്മിൽ കണക്റ്റഡാ. എല്ലാം സമയമാകുമ്പോ
റയാൻ അറിയും. അതുവരേക്കും ഒന്നും ചോദിക്കാതിരിക്കുന്നതാ നല്ലത്. ശരി, അവരുടെ സ്റ്റോറി എന്താണെന്നൊന്നും എനിക്കറിയണ്ട. അവരുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? പറയാം. ജോൺ സാമുവൽ ആൻഡ് അന്ന ജോൺ സാമുവൽ. ഈ രണ്ടു പേരും ഞാനിവിടെ കേട്ടിട്ടുണ്ടല്ലോ.